യുവതിയുടെ കഴുത്തിൽ ചരട് മുറുക്കി കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് റിമാൻഡിലേക്ക്. പ്രതിയുമായി തെളിവെടുപ്പ് നടത്തി. വരന്തരപ്പള്ളി കൂട്ടോലിപ്പാടം സ്വദേശിനി പാറയ്ക്കവീട്ടിൽ ദിവ്യ 35 വയസ്സ് എന്നിവർ പനിയെ തുടർന്ന് ഗുളിക കഴിച്ചതിനാൽ 7/6/2025 തീയതി രാത്രി 11 മണിയോടെ കുടുംബമായി താമസിക്കുന്ന കൂട്ടോലിപ്പാടത്തുള്ള വാടക വീട്ടിലെ കിടപ്പുമുറിയിൽ മരണപ്പെട്ട് കിടക്കുന്നതായി ദിവ്യയുടെ അമ്മമ്മയുടെ അമ്മ ശാന്ത 65 വയസ്സ് എന്നിവർ വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ വന്ന് 8/6/2025 തീയതി രാവിലെ മൊഴി പറഞ്ഞത് പ്രകാരം വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്നു. ഈ കേസിലേക്ക് മരണപ്പെട്ട ദിവ്യയുടെ മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികൾക്കായി വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ മനോജും പാർട്ടിയും കൂട്ടോലിപ്പാടത്തുള്ള വീട്ടിലേക്ക് ചെന്ന് പ്രാഥമിക പരിശോധനകൾ നടത്തിയ സമയം മരണപ്പെട്ട ദിവ്യയുടെ കഴുത്തിൽ കറുത്ത പാട് കാണപ്പെടുകയും മരണത്തിൽ സംശയം തോന്നിയതിനെ തുടർന്ന് വിവരം തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSനെയും ചാലക്കുടി DYSP ബിജുകുമാറിനെയും വിവരം അറിയിക്കുകയും തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾക്കായി സയന്റിഫിക് ഓഫീസർ ലക്ഷ്മിയെ വിളിച്ചുവരുത്തി പരിശോധനകൾ നടത്തിയതിൽ ദിവ്യയുടെ മരണം കൊലപാതകമാണ് എന്ന് പ്രാഥമികമായി സംശയം തോന്നിയതിനാൽ ദിവ്യയുടെ ഭർത്താവ് പീച്ചി കണ്ണാറ സ്വദേശി തെങ്ങലാൻ വീട്ടിൽ കുഞ്ഞുമോൻ 49 വയസ്സ് എന്നയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളതുമാണ്. നടപടിക്രമങ്ങൾക്ക് ശേഷം ദിവ്യയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് ആശുപത്രിയിലേക്ക് അയക്കുകയും തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം ചാലക്കുടി DYSP ബിജുകുമാറിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ദിവ്യയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറെ കണ്ട് ചോദിച്ചതിൽ ദിവ്യയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതാണെന്നും മരണം കൊലപാതകമാണെന്നും ഡോക്ടർ സ്ഥിരീകരിച്ചു. തുടർന്ന് പോലീസ് കസ്റ്റഡിയിലുള്ള ദിവ്യയുടെ ഭർത്താവ് കുഞ്ഞുമോനെ വിശദമായി ചോദ്യം ചെയ്തതിൽ ദിവ്യയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുള്ളതായി സംശയമുള്ളതിനെ സംബന്ധിച്ചുള്ള തർക്കത്തെ തുടർന്ന് നൈലോൺ ചരട് ഉപയോഗിച്ച് കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തിയതാണെന്ന് കുറ്റസമ്മതം നടത്തുകയായിരുന്നു. തുടർന്ന് കുഞ്ഞുമോന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇന്ന് 9/6/2025 തീയതി രാവിലെ കുഞ്ഞുമോനെ തെളിവെടുപ്പിനായി ദിവ്യയെ കൊലപ്പെടുത്തിയ വരന്തരപ്പള്ളി കൂട്ടോലിപ്പാടത്തുള്ള വാടക വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ഇവരുടെ വീടിന് സമീപത്തുള്ള പാടത്തുള്ള കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞ ദിവ്യയെ കൊലപ്പെടുത്താനായി ഉപയോഗിച്ച ചരട് കുഞ്ഞുമോൻ പോലീസിനെ കാണിച്ചു കൊടുക്കുകയും ചരട് കണ്ടെടുക്കുകയും ചെയ്തു. നടപടിക്രമങ്ങൾക്ക് ശേഷം കുഞ്ഞുമോനെ കോടതിയിൽ ഹാജരാക്കും. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം ചാലക്കുടി DYSP ബിജുകുമാർ PCയുടെ നേതൃത്വത്തിൽ വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ മനോജ് KP, SIമാരായ അശോക് കുമാർ, പ്രദീപ് കുമാർ, ASI അലീമ, SCPOമാരായ മുരുകദാസ്, സലീഷ് കുമാർ, സജീവ് എന്നിവരാണ് കേസ് അന്വേഷിക്കുന്നത്.